ഇസ്രയേലിൻ്റെ ഹിസ്ബുള്ള ആക്രമണം, ഇസ്രയേലിൻ്റെ ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ്, ഇതിനിടയിൽ ഈ ഹമാസിൻ്റെ കാര്യമൊക്കെ അങ്ങ് മുങ്ങിപ്പോകുന്നല്ലോ. ഗാസയിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഗസയിലെ കാര്യം ഏറ്റവും പുതിയ കാര്യം പറയാം. ഇപ്പോൾ ഗസയിലെ കാര്യങ്ങൾ അറിഞ്ഞുള്ളത് പരാതി പോട്ടെ. ഗസയിലെ പ്രധാനമന്ത്രിയെ ഇസ്രയേൽ കൊന്നു. ഗസയിലെ പ്രധാനമന്ത്രി ഇപ്പോൾ ഹമാസിൻ്റെ പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഇപ്പോൾ രണ്ടായിട്ടാണ്. വെസ്റ്റ് ബാങ്ക്, ഗസ. ഫത്ത എന്ന് പറഞ്ഞ പാർട്ടിയായിരുന്നല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. ഫത്തയെ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുത്ത ഹമാസ് പിന്നീട് തിരഞ്ഞെടുപ്പൊന്നുമില്ലാതെ ഗസ സ്ട്രിപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രധാനമന്ത്രിയായിരുന്നു റൗവി മുസ്തഫ. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. അങ്ങനെ മാത്രമല്ല, വേറെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ കൊന്നിട്ടുണ്ട്. ഒന്ന് സമീഷ് അൽ സിറാജ്, അവരുടെ ഹമാസിൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്, സുരക്ഷാ മന്ത്രിയായിരുന്നു. മറ്റൊന്ന് സിമി ഔദ്, ജനറൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കമാൻഡറായിരുന്നു. മൂന്ന് പേരെയും കൊന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ നിലവിലുള്ള പ്രധാനമന്ത്രി, സുരക്ഷാമന്ത്രി, അവരുടെ പ്രധാനപ്പെട്ട ഒരു സമിതിയുടെ സുരക്ഷാ സമിതിയുടെ കമാൻഡർ, മൂന്ന് ഏറ്റവും ഉന്നതരായ പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ട വാർത്ത പറയുന്നത്. ഇത് റൗവി മുസ്തഫ യാഹിയ സിൻവർ ഉണ്ടല്ലോ, ഹമാസിൻ്റെ ഇപ്പോഴത്തെ പരമാധികാരിയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഇസ്രയേലിൽ പണ്ട് പിടിച്ചുകൊണ്ട് പോയി ഇസ്രയേലുകാരെ പിടിച്ച് ജയിലിട്ടിരുന്നു. ഒരുമിച്ച് ഇസ്രയേൽ ജയിലിൽ കഴിഞ്ഞവരാണ്. അപ്പോൾ നമ്മളോർക്കും ഇത് ഇന്നിപ്പോൾ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണെങ്കിൽ അല്ല. അതാണ് ഇസ്രയേലിൻ്റെ ഒരു വല്ലാത്തൊരു മികവ് ഇപ്പോൾ കാണുന്നത്. ഇത് 3 മാസം മുമ്പ് ഇവർ ഒളിച്ചിരുന്ന കെട്ടിടത്തിൽ എയർ സ്ട്രൈക്ക് നടത്തി, വിമാനാക്രമണം നടത്തി, ഞങ്ങൾ കൊന്നിരുന്നു എന്ന് ഇന്നാണ് ഇസ്രയേൽ പറയുന്നത്. അപ്പോൾ കൊന്ന സമയത്തൊന്നും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇസ്രയേൽ വന്നില്ല. ഒരിക്കലും അവർ വരാറുമില്ലെന്ന് മാത്രമല്ല, അത് എന്തുകൊണ്ട് പറഞ്ഞില്ല, രഹസ്യമായി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഹമാസിൻ്റെ തലവൻ ഉൾപ്പെടെയുള്ളത് കൊന്ന് അവർ ഇസ്രയേൽ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരു സംഘർഷം വന്ന് ഹിസ്ബുള്ളയെ തകർത്തു, ലെബനോനിലെ ആക്രമണം, യമനിലെ ഹൂതികളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇറാൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് ഇസ്രയേൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വലിയ നിർണായകമായ നീക്കങ്ങൾ നടത്തുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഇവർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ കൊന്നു. ഇതിനു മുമ്പ് ഹിസ്ബുള്ളയുടെ മുൻപൊരു തലവനെ ഇവർ കൊന്നിരുന്നു. ഇസ്രയേൽ IDF കൊന്നിട്ട് ബോഡി പോലും കൊടുത്തില്ല. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേഷൻസൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ്, ഏതാണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അയാളുടെ മൃതദേഹം വിട്ടുകൊടുത്തത്. അപ്പോൾ ഇത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ തന്ത്രപ്രധാനമായ, ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് ഇത് പുറപ്പെടുവിക്കാനായിരിക്കും ഇസ്രയേൽ കാത്തിരുന്നത്. ഞാൻ കരുതുന്നത്, അപ്പം ഈ ഗസയിൽ, ഇപ്പോൾ പലസ്തീനിൽ ഒരു പ്രധാനമന്ത്രിയൊക്കെ ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്. നമ്മുടെ ഈ UN ജനറൽ കൗൺസിലിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കണ്ടിരുന്നു. പലസ്തീൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാലും വെസ്റ്റ് ബാങ്കിൽ മാത്രമേ ഉള്ളൂ. വെസ്റ്റ് ബാങ്ക് മാത്രം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഒരു വളരെ പോപ്പുലർ അല്ലാത്ത, വളരെ നിസ്സഹായനായ ഒരു പ്രധാനമന്ത്രി എന്നൊക്കെ ഒരു പേരേ ഉള്ളൂ. നമ്മുടെ കൊച്ചി മേയറെ പോലെ, അല്ലെങ്കിൽ തിരുവനന്തപുരം മേയറെ പോലെ, ഒരു മേയറെ പോലെ മാത്രമുള്ള അതിപരിമിതമായ അധികാരങ്ങൾ, ഒരു പ്രവിശ്യ ഭരിക്കുന്ന ഒരാൾ. പക്ഷേ ഈ ഗസ ഇപ്പോൾ ക്ലീനാക്കി. വിശാല ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ആശയം പണ്ട് മുതലേ ഇസ്രയേലിൻ്റെ ഭൂപടത്തിലുണ്ട്. ലെബനോൻ, സിറിയയുടെ കുറേ ഭാഗങ്ങൾ, ഇറാഖിൻ്റെ കുറേ ഭാഗങ്ങൾ പറ്റിയാൽ പിന്നെ അത്ര എളുപ്പമല്ല. പിന്നെ ഉള്ളത് ഈ പലസ്തീൻ കംപ്ലീറ്റ്, ഗസ, വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെ ചേരുന്നതാണ് ഇവരുടെ ഒരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി അവർ ഐക്യരാഷ്ട്രസഭയെ കാണിച്ച മാപ്പിനകത്തും ഈ വിശാല ഇസ്രയേൽ അവർ പറയുന്നുണ്ട്. ഇസ്രയേൽ സർവ്വസന്നാഹവുമായി ഗസയെ ആക്രമിച്ചു. ഗസ ഇപ്പം ഞങ്ങളുടെ പൂർണ്ണ വരുതിയിലായി. ഗസയിൽ ഇപ്പോൾ ഒരു ഭരണകൂടം ഇല്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഭരണമില്ലാത്ത അവസ്ഥയാണ് ഗസയിൽ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണോ ഇപ്പോഴിത് പറയുന്നതെന്നാണ് ആലോചിക്കുന്നത്. കാരണം ഗസ ക്ലീനാക്കി, ഹമാസിനെ മുഴുവൻ എവിക്റ്റ് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഇപ്പോൾ സർക്കാർ പോലുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? സർക്കാർ പോലും ഇല്ലാത്തൊരു പ്രദേശത്തെ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും കൈക്കലാക്കാം. വേണമെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. ഇനി അവിടെ ഒരു താൽക്കാലിക പ്രധാനമന്ത്രി വരട്ടെ, ഇവർ വെക്കുന്ന അതാരാണെന്ന് ഞങ്ങൾ പറയും. ഞങ്ങളുടെ ഒരു ഡിഫാക്റ്റോ പ്രൈം മിനിസ്റ്റർ എന്നാണ് റൗവി മുസ്തഫ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറി, അയാൾ പോയി, സുരക്ഷാ മന്ത്രിയും പോയി, എല്ലാവരും പോയി. ഇനിയിപ്പോൾ അവിടെ ഗസ ഒരു മരുഭൂമിക്ക് തുല്യമായി ഒരു ശ്മശാനം പോലെ കിടക്കുകയാണ്. ഇനി അവിടെ ഒരു ഭരണകൂടം വേണം. ആ ഭരണകൂടത്തിന് എന്തിനു വെക്കണം?
ഇയാൾ ചത്തുപോയി. അതുകൊണ്ട് പുതിയൊരു പ്രധാനമന്ത്രിയും ഒരു ഭരണകൂടം വരട്ടെ എന്നുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പം ഇറാൻ ഇസ്രയേലിന് നേരെ 181 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു. അതൊരു വലിയ വാർത്തയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതെ, വാർത്തയ്ക്ക് അപ്പം ഇറാന് വേണ്ടി വന്നാൽ ഇസ്രയേലിനെ ആക്രമിക്കാനൊക്കെ പറ്റും എന്ന് കാണിക്കുന്നതാണ്. പക്ഷേ നമ്മൾ കാണുന്നുണ്ട് ചിത്രങ്ങളിലൊക്കെ മിസൈൽ വന്നിട്ട് ഭൂരിഭാഗം മിസൈലുകളും ആകാശത്ത് വെച്ച് തകർന്നു, ചിലതൊക്കെ വന്ന് വീണു, ആളൊഴിഞ്ഞ സ്ഥലത്ത് വീണു. അപ്പോൾ ഈ വാർത്തയിൽ നിന്നെല്ലാം അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചത്, അത് അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഞങ്ങൾക്ക് ഒരു രാജ്യമല്ലേ, ഞങ്ങൾക്കൊന്നും നിലനിൽക്കണം, ഞങ്ങൾ 4 മിസൈൽ വിട്ടോട്ടെ ചോദിച്ചിട്ട് ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വിട്ടതാണ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല, അവർ വിടുന്നതാണ്, അവർക്ക് പറ്റുന്ന തരത്തിൽ വിടുന്നു, അവൻ്റെ ശേഷിക്കനുസരിച്ചല്ലേ വിടാൻ പറ്റൂ. വിട്ട സാധനം അവിടെ വന്ന് കിടന്നിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫ് കണ്ടപ്പോൾ എനിക്ക് ചിരി വരുന്നത്. ഒരു വലിയ മിസൈൽ വന്ന് വീണിട്ട് ഒരു പ്രദേശമൊക്കെ തകർന്നാൽ ആളുകൾ ഭയങ്കര വിഷമത്തിലായിരിക്കും. ഇവിടെ ഒന്നും തകർന്നിട്ടില്ല, മിസൈൽ വന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് കിടക്കുന്ന പോലൊരു മിസൈൽ കിടപ്പുണ്ട്, പീസ് എടുക്കുന്നു, അതിൻ്റെ മുകളിൽ കയറിയുന്ന ആളുകൾ സെൽഫിയൊക്കെ എടുക്കുന്നു, ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ആ ഫോട്ടോ നമ്മുടെ മലയാള പത്രങ്ങളൊന്നും വരത്തില്ല, കാരണം ഈ ഇസ്രായേൽ ജയിച്ചു അല്ലെങ്കിൽ സുഡാപ്പികൾ, അവിടുത്തെ സുഡാപ്പികൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് പേർക്ക് വേദനിക്കുമല്ലോ. അതുകൊണ്ട് നമ്മുടെ പത്രങ്ങളിലൊന്നുമില്ല. ആ ചിത്രം കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ആടിക്കാം. ഏതായാലും അങ്ങനെ സംഭവിച്ച് നിൽക്കുന്ന സമയത്ത് തിരിച്ചടിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നും പറയുന്ന സമയത്താണ് ഈ പെട്ടെന്ന് ഈ അനൗൺസ്മെൻറ്റ്. അതായത് ഞങ്ങൾക്ക് സെറ്റ് ബാക്ക് ഒന്നുമില്ല, ഞങ്ങൾ ക്ലീനാക്കി, ഏറ്റ പണി ഗസ ക്ലീനാക്കുക എന്നുള്ള പണി ഞങ്ങൾ പൂർത്തിയാക്കി, അവിടുത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ തീർത്തു എന്ന് പറയുന്നു. ഒന്നത്. രണ്ടാമത്തെ കാര്യം, അതിനകത്തൊരു മെസ്സേജ്, ഇറാനുള്ള മെസ്സേജ് കൂടി ഉണ്ടാവുമായിരിക്കും. ഞങ്ങളെ ചൊറിഞ്ഞു ആര്? ഹമാസ്. ഞങ്ങളങ്ങോട്ട് കയറി അടിച്ചു, ആരെ വരെ തട്ടി? പ്രധാനമന്ത്രിയെ തട്ടി. നീ ഇപ്പം ഞങ്ങളെ ചൊറിഞ്ഞിട്ടിരിക്കുകയാണ്, ചൊറിഞ്ഞ് വല്ലാണ്ട് ചൊറിയുകയാണ്. ഇനിയിപ്പം ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. വന്നു കഴിഞ്ഞാൽ അല്ലയോ പെഷസ്ക്യാനെ, ഖമനി എവിടെയാണെന്നറിയില്ല, പുള്ളി മാളത്തിൽ വിളിച്ചിരിക്കുകയാണ്, കറണ്ട് പോലും ഇല്ലാത്ത ഏതോ ബങ്കറിലിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഏറ്റവും വലിയ അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആളെ വരെ ഞങ്ങൾ തീർക്കും എന്നൊരു മെസ്സേജ്, ഇറാനുള്ള ഒരു മെസ്സേജും കൂടിയായിട്ടാണോ ഇപ്പോൾ ഇത്രയും കാലം രഹസ്യമായി വെച്ചിട്ട് ഇപ്പോൾ ഇത് പറയുന്നത്? കാരണം അവർ എല്ലാവരും അറിഞ്ഞോ ഞങ്ങളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇറാൻ ഒരു ബോധ്യപ്പെടുത്തലാണ്. കളിച്ചാൽ ഇതാണ് സംഭവം. ഞങ്ങൾ ഹമാസ് കയറി ഞങ്ങളെ ആക്രമിച്ചു, ഒരു കാര്യമില്ലാതെ ഒക്ടോബർ 7 ഞങ്ങളെ ആക്രമിച്ചു, അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഇങ്ങനെയാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒക്ടോബർ 3 ഒക്ടോബർ 7 4 ദിവസം കഴിഞ്ഞ് 1-ാം വാർഷികമാണ്. അപ്പോൾ 1-ാം വാർഷികത്തെ സംബന്ധിച്ച് വല്ലാത്ത ആശങ്ക ഇൻ്റർനാഷണലി ഉണ്ട്. ഹമാസിനെതിരെ ഒരു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, തിരിച്ചടി നടന്നുകൊണ്ടിരിക്കുന്നു. ഹമാസിനെ സംബന്ധിച്ച് ഹമാസും ഇല്ല, ഈ ഹിസ്ബുള്ളിനെ കുറിച്ച് പറയുന്നത് അവർ ഹമാസ് ഒക്ടോബർ 7 നടത്തിയതുപോലെയുള്ള ആക്രമണം ലെബനോണിൽ നിന്ന് ഇസ്രായേലിൽ നടത്താനിരിക്കുന്നു എന്നതിൻ്റെ വിവരം കിട്ടിയത് കൊണ്ട് അവരെ ആക്രമിക്കുന്നു. അപ്പോൾ ഹിസ്ബുള്ള എന്തോ പ്ലാൻ ചെയ്തിരുന്നു. മാത്രമല്ല, ഒക്ടോബർ 8 മുതൽ അവർ റോക്കറ്റ് വിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു കൂട്ടക്കൊലയ്ക്കുള്ള നീക്കം കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് 70,000 ആളുകളെ അവിടെ നിന്ന് എവാക്വേറ്റ് ചെയ്ത് ഇസ്രായേൽ മാറ്റി പാർപ്പിച്ചായിരുന്നു. അപ്പോൾ അത്തരം ഒരു ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ 7 വാർഷികം, ഇസ്രായേലും ഹമാസിന് വല്ല ശേഷിയുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ലോകത്തിന് മുന്നിലുണ്ട്. അപ്പോഴാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഒന്ന് നിർവീര്യമാക്കാൻ കൂടി നിങ്ങളുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചത്ത് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടോബർ 7 എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഒക്ടോബർ 7 വളരെ നിർണായകമായിരിക്കും. ഉറപ്പല്ലേ? കാരണം ഏത് രീതിയിൽ അങ്ങോട്ട് ഇസ്രായേൽ തിരിച്ചൊരു പ്രതികാരം ചെയ്തുകൂടാന്നും പറയാൻ പറ്റില്ലല്ലോ. ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലേ, എന്നാലും ഒരു കാനത്തരടി ഇറാനെങ്ങാനും കൊടുത്തിട്ട് അവരെ ഞെട്ടിച്ചുകളഞ്ഞാൽ നോക്കാം. ഏതായാലും ഒക്ടോബർ 7 ഇനി ഒരിക്കലും ഇസ്രയേലികൾ ജൂതന്മാർ മറക്കാത്തൊരു ദിവസമാണ്. അത്ര വലിയ ക്രൂരത അവരുടെ രാജ്യം ഉണ്ടായതിനു ശേഷം അവർക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി കുറച്ച് അപമാനകരം കൂടിയാണ്. കാരണം അവരുടെ ഏറ്റവും ശക്തമായ മൊസാദും ഷെൻബാദും അമീനും പോലെയുള്ള ഏജൻസികളും അയൺഡ്രോമും ഒക്കെ ഉണ്ടായിട്ടും അവിടേക്ക് നുഴഞ്ഞ് കയറി മണിക്കൂറുകൾ താണ്ഡവമാടി 1500ഓളം ആളുകളെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരന്തമാണ്. ഈ ജൂതനുള്ള കാലം അത് മറക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു വാർഷികം വരുമ്പോൾ ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു, ഇസ്രായേലിൻ്റെ ശത്രുക്കൾ എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു എന്ന് ലോകം കാത്തിരിക്കുന്ന സമയത്താണ് ഗസയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ 3 മാസം മുമ്പേ കൊന്നു കളഞ്ഞു എന്ന് ഇപ്പോൾ
ഇസ്രയേൽ പറയുന്നത്. പിന്നെ മറ്റു കാര്യം കൂടിയുണ്ട്, ഇത് അവിടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനമൊന്നുമില്ല. അവരും ഫോണും ഒന്നും പണ്ട് മുതലേ ഹമാസ് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം മുഴുവൻ നമ്മളെ കണ്ടുപിടിക്കാൻ എളുപ്പമായത് എന്നുകൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നവരാണ്. യഹിയ സിൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദേശങ്ങൾ കൈമാറുന്ന കൈയെഴുത്ത് കൊണ്ടാണ്. കൈയെഴുത്ത് മിക്കവാറും ഇസ്രയേൽ പിടിക്കുന്നുമുണ്ട്. പക്ഷേ ലാസ്റ്റ് കിട്ടിയ കൈയെഴുത്ത് തലബൻ്റെ സന്ദേശം പോയിരിക്കുന്നത് യഹിയയുടെ കൈയക്ഷരമല്ല എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യഹിയ സിൻവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാത്തത്. ഒരുപക്ഷെ യഹിയ സിൻവറിനെ പിടിച്ച് ഇസ്രയേൽ തട്ടിയിട്ടുണ്ടാവാം. അത് വേറൊരു സമയത്ത് അനൗൺസ് ചെയ്യാൻ, ഇതുപോലെ റൗവി മുസ്തഫയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചതുപോലെ ഒരുപക്ഷെ ഒക്ടോബർ 7 യഹിയ സിൻവറിനെ ഞങ്ങൾ തട്ടി എന്ന് ഇസ്രയേൽ പറഞ്ഞു എന്നും വരാം. ഏതായാലും അന്താരാഷ്ട്ര രംഗത്ത് വലിയ ചലനമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. ഗസ സ്ട്രിപ്പിലെ ഡിഫാക്ടോ പ്രൈം മിനിസ്റ്ററെ കൊന്നു എന്ന് ഒഫീഷ്യലി ഇസ്രയേൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.